തിരച്ചിൽ ആരംഭിച്ചതു മുതൽ ഷിരൂരിൽ തുടരുകയാണ് ലോറി ഉടമ മനാഫും കുടുംബാംഗങ്ങളും. അർജുനെ കണ്ടെത്താതെ ഇവിടം വിടില്ലെന്ന് മനാഫ് തീരുമാനിച്ചുറപ്പിച്ചപ്പോൾ മനാഫിന് താങ്ങായി കുടുംബാംഗങ്ങളും ഷിരൂരിൽ തുടരുകയായിരുന്നു. എന്ത് ആവശ്യം വന്നാലും ഓടിയെത്തുന്ന മനാഫിനെ പ്രതിസന്ധി ഘട്ടത്തിൽ ചേർത്ത് പിടിക്കുകയായിരുന്നു കുടുംബാംഗങ്ങൾ. ഷിരൂരിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി 70 ദിവസം പൂർത്തിയായി. 70 നാളായി അർജുനെ കാണാതായിട്ട്. ആ അപകടം നടന്ന ആദ്യ ദിവസം മുതൽ ഈ ഷിരൂരിൽ അപകടം നടന്ന സ്ഥലത്തുള്ള ആളാണ് മനാഫ്, അർജുൻ ഓടിച്ച ലോറിയുടെ ഉടമ. ആ കൂട്ടത്തിൽ അന്നു മുതലേ കാണുന്ന 2-3 പേരുണ്ട്. ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത്? കഴിഞ്ഞ 2 മാസത്തിലധികമായി ഷിരൂരിൽ ക്യാമ്പ് ചെയ്ത് നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന 3 ആളുണ്ട്. അവർ ടി വിയിലേക്ക് ആളുകൾ കണ്ടിട്ടുണ്ടാവും. അവരാരൊക്കെയാണ്? ഒരു 5-6 ആളുണ്ടായിരുന്നു. ജ്യേഷ്ഠ ഒക്കെ കസിൻസ് ആണ്. ഇതിന്റെ ഫാദറിന്റെ ജ്യേഷ്ഠന്റെ മോനാണ്. ഇത് ഫാദറിന്റെ താത്തന്റെ മോനാണ്. പിന്നെ ഫാദറിന്റെ അനിയന്റെ മക്കള് എല്ലാരും. നമ്മള് ഒരു ഫാമിലി, ഇങ്ങനെ കുറെ ആൺകുട്ടികളുള്ള ഫാമിലിയാണ്. അന്ന് മുതൽ ഈ അപകടം മുതൽ ഇവരെല്ലാരും ഇവരെ ബിസിനസ് ഒക്കെ വിട്ടിട്ടാണ് ഇവിടെ വന്നിട്ട് എന്റെ കൂടെ നിൽക്കുന്നത്. ഒരു പ്രയാസം എനിക്ക് വന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടെ കൂടെ എല്ലാരും ഉണ്ട് എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ വിജയവും എന്റെ ഏറ്റവും വലിയ ധൈര്യവും. എനിക്ക് എന്ത് ആപത്ത് സംഭവിക്കുകയാണ് എന്നെ സംരക്ഷിക്കാൻ എന്റെ ജ്യേഷ്ഠനിയന്മാരെല്ലാരും ഉണ്ട്. അത് ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഞാനും അങ്ങനെയാണ്. പക്ഷെ എനിക്ക് ഈ ഒരു കിട്ടുന്ന ഒരു സംരക്ഷണം അതേമാതിരി തന്നെ അത് ഒരു വലിയ ഒരു ദൈവാനുഗ്രഹമാണ്. ബാക്കിയൊക്കെ പറയും. നിങ്ങൾ കുറേ ദിവസമായി ഇവിടെ വന്നിട്ട് ഷിരൂർ. ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു മനാഫിന്റെ ഒരു ഇടപെടലിന്റെ കൂടെ എത്തിയത്? എങ്ങനെയാണ്? മനാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ആപത്തുണ്ടെങ്കിലും അവന് പെട്ടെന്ന് വരും. എൻ്റെ മകളൊരു കല്യാണത്തിൽ ഞാൻ എപ്പോഴും മറക്കൂല. നല്ല കോഴിച്ചേരിൻ്റെ മഴ പെയ്യുന്നത് ആ സമയത്ത് ആദ്യം വന്ന മനാഫാണ്. എനിക്കത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. പിന്നെ ഇവൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു ഇവിടെ വെച്ചിട്ട്, കോട്ടക്കൽ വെച്ചിട്ട്. വെച്ച സമയത്ത് ഇവന് ഭയങ്കര ബുദ്ധിമുട്ട്, ഫോൺ വിളിക്കരുത്. അപ്പോൾ ഒന്നും മനാഫിനെ വിളിക്കാറില്ല. അപ്പോൾ ഞാൻ മനാഫിന് ഉടനെ വിളിച്ച് എവിടെ നോക്കാക്ക, എപ്പോഴാണ് പോകേണ്ടത്? ഇത്രയും പെട്ടെന്ന് പോകാൻ കാറെടുത്ത് വിട്ടല്ലേ വന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മൾ വിടൂല. എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അപ്പം നിങ്ങളെത്തി. അപ്പോൾ അതെ, അത് എത്തണമല്ലോ. നമ്മൾ രണ്ടാളും ബിസിനസ് ചെയ്യുന്നത്, നമ്മൾ മരക്കച്ചവടമുണ്ട്. ഞാൻ മോനെ പറഞ്ഞു ഇങ്ങനെ മനാഫിനെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ മോനെ പറഞ്ഞു ഇതൊക്കെ ഇട്ടൊരു പോകണം. മനാഫാണ് നമ്മൾ കുടുംബത്തിൽ പറ്റിയ സംഭവം ഉണ്ടായതല്ലേ. നമ്മൾ രണ്ടാളും ആ സമയത്ത് തന്നെ ഇട്ടൊരു മനാഫിന്റെ കൂടെ ആ സമയത്ത് തന്നെ നമ്മൾ പോയിട്ടുണ്ട്. നിങ്ങളിവിടെ തുടക്കം മുതലേ ഉണ്ട്? അതെ അതെ. ഇതിലിപ്പോൾ നമ്മളെ പൂർണ്ണമായിട്ട് നമ്മളെ കുടുംബം നമ്മളോടൊപ്പം ഉണ്ട്. ഇത് മറ്റുള്ള ഈ വീഡിയോ കാണുന്ന മറ്റുള്ള കുടുംബങ്ങൾക്ക് ഒരു കെട്ടുറപ്പ് ഉണ്ടാവണം എന്നുള്ളൊരു അഭിപ്രായം കൂടി നമുക്കുണ്ട്. മെസ്സേജ് കൊടുക്കുന്നതും കൂടി തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും മനാഫ് നമ്മളോടൊപ്പം, മനാഫിനൊപ്പം നമ്മൾ എന്തായാലും ഈ ഒരു ദൗത്യത്തിന്റെ പൂർണ്ണാർത്ഥം വരെ ഉണ്ടാവും. ഈ അപകടം നടന്ന ആദ്യ ദിവസം കാസർഗോഡ് നിന്ന് വണ്ടിയെടുത്ത് ഇങ്ങോട്ടേക്ക് എത്തി. നല്ല മഴയാണ്, ഇരുട്ടാണ്, രാത്രിയാണ് എത്തിയത്. അപ്പോൾ ആ സമയത്ത് ആദ്യം കണ്ടത് മനാഫിനെയാണ്. മനാഫ് ഒരു ജേഴ്സിയൊക്കെ ഇട്ടിട്ടാണെന്ന് തോന്നുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അന്നു മുതൽ ഇന്ന് വരെ ഇവിടെ ഒരേ എനർജിയിൽ ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരു എനർജിയൊക്കെ കിട്ടാൻ അർജുനോട് അത്രയധികം ബന്ധമായിരുന്നു. തീർച്ചയായിട്ടും. എന്തായാലും എന്താ പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും എന്താ പറഞ്ഞാൽ അവന്റെ കുട്ടിയുടെ മുഖമാണ് എന്റെ മനസ്സിൽ എപ്പോഴും വരിക. ആ കുട്ടിക്ക് കുട്ടി എപ്പോഴും നമ്മളെ ഓഫീസിൽ വരുന്ന കുട്ടിയാണ്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓന്റെ ഭാര്യന്റെയും ഓന്റെ എന്താ പറയാ ഫാമിലി ലൈഫ് മൊത്തം എനിക്ക് അറിയുന്ന വിഷയമാണ്. അവനില്ലാതായ ഈ ഫാമിലിന്റെ കാര്യം എന്താവും? മൊത്തം ഫാമിലിന്റെ കാര്യം കേട്ടോ പറയണത്. ഭാര്യന്റെ മാത്രമല്ല, അമ്മന്റെയും അച്ഛന്റെയും എല്ലാ അനിയന്റെയും പെങ്ങളെയും ഇവരൊക്കെ സംരക്ഷണം ഓന്റേതാണ്. നിരന്തരമായിട്ട് എനിക്ക് അറിയുന്ന വിഷയമാണ്. ഞാൻ ആദ്യം ആ അപകടം ഉണ്ടായി എന്ന് ആലോചിച്ചപ്പോൾ ഇനി ഈറ്റിങ്ങൾ എന്താവും എന്നുള്ളതേനും എന്റെ ചിന്ത. ഇപ്പോഴും ആലോചിക്കുമ്പോൾ തന്നെ ഇപ്പോൾ അവർക്ക് കുറെ പ്രശസ്തി മറ്റെന്താ പറയാ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഒക്കെ ആണ്. ചെറിയൊരു ജോലി കിട്ടി ഒക്കെ ആണെങ്കിലും ഇപ്പോഴും എന്താ ഓൻ ഇല്ലാതായ അവർക്ക് എന്തായാലും അത് നികത്താൻ എന്തായാലും കഴിയില്ല. അതേമാതിരി തന്നെ ഞാൻ ഇവിടേക്ക് വരുന്ന എന്റെ ഒരു അപകടം ഇങ്ങനെ ഒരു സംഭവിച്ചിരിക്കണെന്ന് എന്റെ ഫാമിലിയിൽ ഞാൻ അറിയിച്ചോട് കൂടിയിട്ട് 5-8 ആൾ എന്റെ കൂടെ ഇറങ്ങി പുറപ്പെടുകയാണ്. ഇവരൊക്കെ ആരും ചെറിയ ബിസിനസ്സുകാരല്ല, അത്യാവശ്യം നല്ല ബിസിനസ്സുകാരാണ്. എന്നെക്കാട്ടും വലിയ ബിസിനസ്സുകാരാണ് ഈ കൂടെ ഉള്ള ആളുകൾ. ഇട്ടെറിഞ്ഞു വരാണ്. ഇപ്പൊ ബാവുക്കാക്ക എന്നാ ഞാൻ വിളിക്കല്.
ബാവുക്കാക്കന്റെ വീട്ടിൽ ഉമ്മ കിടപ്പിലായിട്ട് ഇപ്പൊ ഒരു 1.5-2 കൊല്ലത്തിന്റെ മുകളിലായി. എല്ലാ പ്രാഥമിക കർമ്മങ്ങളും ബാവുക്കാക്കാണ് ബെഡിൽ നിന്ന് ചെയ്യണത്. ബാവുക്ക വൈഫിനെ ഏൽപ്പിച്ചിട്ട് ആ വീട്ടിൽ വേറെ ആരുമില്ല. പേരക്കുട്ടിയുണ്ട് ഇപ്പൊ പുതിയതായിട്ട് വന്ന്. ഓരൊക്കെ ഉണ്ടായിട്ടും ആ പ്രാരാബ്ദം ഒക്കെ ഉണ്ടായിട്ടും അതിനേക്കാളും വലുത് മനാഫിന്റെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹിച്ച് വന്ന ആളാണ്. നോക്കാന് ഭാര്യയുണ്ട്, ബാക്കിയുള്ളവരുണ്ട്. അങ്ങനെ എന്നാലും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പ്രശ്നങ്ങളൊക്കെ ബാവുക്ക തരണം ചെയ്തിട്ടാണ് കൂടെ വന്നത്. അൽഫു ഓന്റെ വീട്ടില് എന്താ പറയാ 2 ചെറിയ പെൺകുട്ടികളും ഓന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ വീട്ടില്. അതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് എന്റെ കൂടെ വന്ന് നിൽക്കണ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സമൂഹത്തിൽ ഒരു മെസ്സേജ് കൊടുക്കാണ്ട് ഒരു വലിയ പ്രയാസം വരുന്ന സമയത്ത് കൂടെ എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നേരിടുമ്പോൾ ആ പ്രയാസം ഷെയർ ചെയ്യാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞ് അത് എനിക്ക് വലിയ ഭാരിച്ച ഒരു സമാധാനം നൽകുന്നുണ്ട്. അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതൊന്നും കഴിയും.